ഇന്നത്തെ ഗോസ്പിൽ തുടങ്ങുന്നത് യേശുവിൻ്റെ ഒരു ചലഞ്ചോട് കൂടിയാണ്. ചലഞ്ച് ഇതാണ്: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയുടെയും നീതി അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ നീതി അത് അവരെ അതിശയിപ്പിക്കണം, അത്ഭുതത്തോടെ നോക്കാൻ തോന്നിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്നതൊക്കെ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബേസാണ്. ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്, പ്രവൃത്തികൾ ചെയ്യരുത്, നോട്ടം കൊണ്ടുപോലും നിങ്ങൾ അവരെ നഷ്ടപ്പെടുത്തി കളയരുത്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്തുമാത്രം കരുതി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഗോസ്പിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: നിൻ്റെ സഹോദരൻ എവിടെ? ബലിയർപ്പിക്കാൻ വരുമ്പോൾ അവന് നിന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ആ ബലിവസ്തു അവിടെ വച്ചിട്ട് നീ അവനുമായിട്ട് പോയി സോറി പറയണം, എന്നിട്ട് വേണമെന്ന് ബലിയർപ്പിക്കാൻ. അതാണ് യേശുവിൻ്റെ കണ്ടീഷൻ. ഒരു ബലിയർപ്പണത്തിനിടയിൽ പോലും അവന് നിന്നോട് ദേഷ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ആ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാതെ എൻ്റെ അടുത്ത് വരരുത്. എന്ന് വെച്ചാൽ പണ്ട് കവി പാടിയില്ലേ: അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപിനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതുതന്നെയാണ് യേശുവിടെ പറഞ്ഞത്. യേശുവാണ് സഹോദര സ്നേഹത്തെ ആദ്യമേ വിശേഷിപ്പിച്ചത്. നിനക്ക് എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ നിൻ്റെ സഹോദരനെയും കൂടെ നീ നോക്കിയിട്ട് വേണം വരാനായിട്ട്. ലത്തീൻ ആരാധനക്രമത്തിലെ വളരെ മനോഹരമായ ഒരു കർമ്മമുണ്ടല്ലോ. പുരോഹിതൻ പരിശുദ്ധ ബലി പുരോഹിതൻ ദിവ്യകാലിനെ സ്വീകരിക്കുന്നതിന് തൊട്ടുപോ പറയുന്നത്: നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ഇടതും വലതുമുള്ള സഹോദരൻ്റെ മുഖത്ത് നോക്കി സമാധാനമെന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പറയേണ്ട വാക്കുകളാണത്. അതിനപ്പുറത്തേക്ക് എനിക്ക് ആരോടും ശത്രുതയില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് ആ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം ഏറ്റവും ശ്രേഷ്ഠമാണ്, പരിപാവനമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സഹോദരൻ എവിടെയാണെന്നൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു ബലിയിൽ പോലും സഹോദരൻ എവിടെയെന്നൊരു ചോദ്യം ക്രിസ്തു ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സഹോദരൻ്റെ സ്ഥാനം എവിടെയാണ്? വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നമ്മളൊക്കെ മനുഷ്യരിങ്ങനെ മാറ്റി നിർത്തി കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യരെ മാറ്റി നിർത്തി ദൈവത്തെ സ്വന്തമാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. സ്വന്തമാക്കണം. എത്ര അകന്നു പോയോ അത്രയധികം കയറിച്ചെന്ന് ചേർത്ത് പിടിക്കണം. ഒന്നും നഷ്ടമാകാൻ വിട്ടുകൊടുക്കരുത്. കാരണം സഹോദര സ്നേഹത്തിന് ഏറ്റവും മനോഹരമായ പാഠം ക്രിസ്തുവാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.